ബഹുമാനപ്പെട്ട സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉംറയ്ക്ക് വന്നപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. തങ്ങൾ വിഷയമായി പറഞ്ഞു, ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഉസ്താദുമാരെ ഏൽപ്പിച്ചു, ആ കാര്യം നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ കുറേ നീണ്ടുപോയി. പിന്നെ റമദാൻ വന്നു. അപ്പോൾ ആ തങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്നാണ് പോയാൽ അതാണ് നടപ്പാക്കും, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞാൻ നടപ്പാക്കുമെന്ന് പറഞ്ഞു തങ്ങൾ. ഏതായാലും തങ്ങൾ പറഞ്ഞു ഞാനത് നിർവഹിക്കും. കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ അയാളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ രാജിവെക്കുന്ന തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ രാജിവെക്കും. തങ്ങൾ അറമു തന്നൊരു വാക്കായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളും പറയുന്നു, സമത്ത ഒരു തീരുമാനമെടുത്ത് അവരോട് പറഞ്ഞാൽ അതവർ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ തലപ്പത്തുണ്ടാവില്ല. ഞാൻ ഈ സദസ്സിന് മുമ്പിൽ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സംസാരിച്ചു. ബഹുമാനപ്പെട്ട തങ്ങളുടെ മനസ്സ് അറിയണമെങ്കിൽ അങ്ങോട്ട് പോകണം. ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് ഈ യോഗം നടക്കുന്ന കാര്യം അറിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ തങ്ങളോട് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തിൽ വെക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ വാഫിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വാക്കെന്താണെയോ, സമസ്ത ഒരു ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്ത എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം CIC അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിഖ് അതിൻ്റെ തലപ്പത്തുണ്ടാവില്ല, പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അതാ പറഞ്ഞത് തങ്ങൾ, ഞാനതിൻ്റെ തലപ്പത്തുണ്ടാവില്ല. തങ്ങൾ ഇന്ന് പറഞ്ഞ വാക്കാ. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്. അവരുമായി നമ്മൾ ചർച്ചയിലുള്ള 9 കാര്യങ്ങളുണ്ട് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ മുന്നിൽ വെച്ച്. ആ 9 തീരുമാനങ്ങൾ അവരെ കൊണ്ട് അംഗീകരിപ്പിച്ച് അതിന് തങ്ങൾ വാങ്ങിത്തരാമെന്ന് തങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്.